മറുനാടൻ കലക്കിയ വിഷം പുതുപ്പള്ളിക്കാരെ എത്രത്തോളം സ്വാധീനിച്ചു? മറുനാടൻ കലക്കിവിട്ട വിഷം പുതുപ്പള്ളിക്കാരുടെ മനസ്സിൽ പോലും എത്രത്തോളം സ്വാധീനിച്ചു എന്നതിൻ്റെ ഒരു ഉദാഹരണം കേൾക്കുക. പുതുപ്പള്ളിയിൽ നിന്നും എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ച ബിജു വർഗീസിന്റെ വാക്കുകളാണ് ഇനി നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. സുനിൽ സാറാണോ? അതെ. ഞാനിപ്പം വിളിച്ചത് നമ്മുടെ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഈ മറുനാടനെ കുറിച്ച്. അതിനെക്കുറിച്ച് എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം പറയാൻ വേണ്ടി വിളിച്ചത് കേട്ടോ. ഞാൻ സാറിൻ്റെ ചാനലും മറുനാടനും നമ്മുടെ ഈ ഇതിൽ കൂടുതൽ കാണുന്നത്. അന്നേരം ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഈ സാറിന് ഈ പ്രാവശ്യം തെറ്റുപറ്റിയോ എന്ന് എനിക്കൊരു സംശയം. കാരണം അല്ല, സാറിന് സുനിൽ സാറിന്റെ കാര്യം ഞാൻ പറയുന്നത്. അങ്ങനെ തോന്നാൻ കാരണം ഞാൻ പറയാം. കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ പുതുപ്പള്ളിക്കാരനാണ്. കാരണം ഈ ഇദ്ദേഹത്തിന്റെ കുടുംബവീടും ഞാൻ താമസിക്കുന്നതും കൂടെ കഷ്ടിച്ച് 2 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ ഈ മൺറോഡ് പുതുപ്പള്ളി ബൈപ്പാസ് മെയിൻ റോഡിൽ തന്നെ താമസിക്കുന്ന ആളാണ്. ഇവരോടൊക്കെ വളരെ താല്പര്യമുള്ള ആൾക്കാരാണ്. ഞങ്ങളൊക്കെ പാരമ്പര്യം ഉണ്ടാവുന്ന പറഞ്ഞാൽ പണ്ട് കാലം തൊട്ട് ഉമ്മൻചാണ്ടിക്ക് വോട്ട് ചെയ്യുന്നവരാണ്. പക്ഷേ ഈ ഉമ്മൻചാണ്ടിയുടെ മകനുമായിട്ട് നമുക്കിപ്പോഴും നല്ല ബന്ധമുണ്ട്. നമുക്ക് എല്ലാവർക്കും നല്ല ബന്ധമാണ്. പക്ഷെ ഈ പുള്ളി കാരണം നമ്മൾ വ്യക്തിപരമായിട്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഉമ്മൻചാണ്ടിയെ ഇതുപോലെ ദ്രോഹിച്ച ഒരു വ്യക്തി ഉണ്ടോ? പിണറായി വിജയനല്ല. അത് പിണറായി വിജയൻ മാത്രമല്ല, രമേശ് ചെന്നിത്തല, ജോസഫ് വാഴയ്ക്കൻ, ഇവരെല്ലാം ഗൂഢാലോചന പങ്കാളികളാണ്. നമുക്കറിയാം. ഇവിടെ നിങ്ങൾ പുതുപ്പള്ളി വന്നിട്ടൊന്ന് അന്വേഷിച്ച് നോക്കിയോ. പുതുപ്പള്ളി വന്ന് വ്യക്തിപരമായിട്ട് ആൾക്കാരോട് ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെറുക്കൻ പറഞ്ഞത് ഒറ്റ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ല. ഈ പിണറായിയെ പോലത്തി പറഞ്ഞു മനസ്സിലായി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ നല്ല മനുഷ്യനെ ഇത്രയും വിടക്ക. കാരണം അയാൾക്ക് മറ്റേ ഒരു നമ്മുടെ ഇന്ത്യക്ക് പുറത്തുനിന്ന് വലിയൊരു അവാർഡ് കിട്ടിയല്ലോ. ഇന്ത്യക്ക് പുറത്തുനിന്ന് ഒരു വലിയൊരു അവാർഡ് കിട്ടിയതിന് ശേഷം അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ അയാൾക്കുള്ള ജനസമ്മതിയും മറ്റേ ഈ പൊതുജനസമ്പർക്ക പരിപാടി നടത്തി അതൊക്കെ വലിയ വിജയമായിട്ട് വന്നു കഴിഞ്ഞപ്പം ഇവർക്കെല്ലാം മനസ്സിലായി ഈ ഉമ്മൻചാണ്ടി അടുത്ത പ്രാവശ്യം ഉമ്മൻചാണ്ടി തന്നെ തിരിച്ചു വരുമെന്നുള്ളത്. അപ്പം ഇവരുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ മെയിൻ പരിപാടി എന്തുവാ? കമ്മ്യൂണിസ്റ്റുകാരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് കേസിപ്പെടുത്തുക. ഞാൻ പറഞ്ഞതിൻ്റെ ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ ഇത്രയും ദ്രോഹിച്ച ആളിനെ പോയിട്ട് പുള്ളി സംസാരിച്ചത് ഒട്ടും ശരിയായില്ലെന്നുള്ള അഭിപ്രായം പറയാൻ വേണ്ടി വിളിച്ചതേ ഉള്ളൂ. ഇപ്പം അച്ഛന്റെ പേരെന്തായിരുന്നു പറഞ്ഞത്? എന്റെ പേര് ബിജു വർഗീസ് എന്നാ. ബിജു വർഗീസ്. അല്ല, എനിക്ക് എവിടെ തെറ്റ് പറ്റിയെന്ന് പറയുന്നത്? അല്ല, ഇപ്പൊ സാജൻസ് കറിയ ഇതിനെതിരായിട്ടൊരു വീഡിയോ ചെയ്തില്ലേ? അവിടെ വെച്ച് ഈ മാധ്യമ പ്രവർത്തകരെ കുറിച്ച് 1-2 വാക്ക് എനിക്ക് പറയാനുണ്ട്. മനോരമ ഉൾപ്പെടെ കേരളത്തിലെ സർവത്ര ചാനലുകാരും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയെ വിറ്റ് കാശാക്കിയവരാ. അത് നിങ്ങളുണ്ടായോന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ 27-28 വർഷം പുറത്തായിരുന്നു. അപ്പം നിങ്ങളുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഈ കാര്യം ഇവിടുത്തെ സർവത്ര പുള്ളികളും കാള പറ്റുന്നു കേട്ടപ്പം കയറെടുത്തു. ഈ മനോരമയും ശരിക്കും ഇദ്ദേഹത്തെ ദ്രോഹിച്ചിരുന്നോ? മനോരമയ്ക്ക് ആ വഴി വരേണ്ടി വന്നു. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലേഷനും നിങ്ങൾക്ക് റേറ്റിംഗും ഒക്കെ കിട്ടണമെങ്കിൽ ഈ എല്ലാവരും കൂട്ടത്തിൽ ഉഴുതാനല്ലേ കാര്യം നടക്കത്തുള്ളൂ. ഈ സാജൻസ് കറിയ എന്ന് പറയുന്ന ഒരു ചെറിയ വ്യക്തിയാ. പുള്ളി ഇപ്പം ഈ രംഗത്തേക്ക് വന്നു. ഞാൻ സാജൻസ് കറിയുടെ ഉമ്മൻചാണ്ടി വിഷയത്തിൽ ഉമ്മൻചാണ്ടിയെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ആരാ? ഷാജനല്ലേ? അവിടെ സാറേ ഞാനൊരു കാര്യം, എന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ പോയി കാല് പിടിച്ചില്ലേ? അല്ല, കാലുപിടി അത് അയാളുടെ വലിയ മനസ്സല്ലേ. അതെങ്ങനെ? ഞാനിപ്പോ അച്ഛനെ വിളിച്ച് വളരെ മോശതയും മ്ലേച്ഛതയും എല്ലാം ഞാൻ വിളിച്ച് പറഞ്ഞു നശിപ്പിച്ച് ജീവിതം നശിപ്പിച്ചിട്ട് അവസാനം ഞാൻ വന്ന് ആരും കാണാതെ വീട്ടിൽ വന്ന് കാല് പിടിച്ചിട്ട് പോകാൻ പറഞ്ഞാൽ അതിനകത്ത് എന്ത് മഹത്വമുള്ള? എനിക്കറിയത്തില്ല, എന്നെക്കാട്ടി ജൂനിയർ ആണോ സീനിയർ ആണോ എനിക്കറിയത്തില്ല. ഞാനൊരു കാര്യം പറയാം. നമ്മള് പേരുകൊണ്ട് നമ്മൾ രണ്ടുപേരും ക്രിസ്ത്യൻസാ അല്ലേ? നമ്മുടെ ബൈബിൾ നമ്മളെ എന്നാ പഠിപ്പിക്കുന്നത്? ഒരുത്തൻ പഴയതെല്ലാം മറന്ന് അവൻ മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടിയായെന്ന് നമ്മുടെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണോ പഠിപ്പിക്കുന്നത്? അതല്ലേ കർത്താവ് പഠിപ്പിച്ചേ? അങ്ങനാണെങ്കിൽ സ്വന്തം അപ്പനെ ദ്രോഹിച്ച ഈ ആളോട് ക്ഷമിച്ച് അവനെ വിളിക്കാൻ മാന്യത കാണിച്ചത്, അത്രയും ഒരു മാന്യത കാണിച്ചത് തെറ്റാണോ ഛായാനരം? ആ അപ്പന്റെ സ്വഭാവ ഗുണം തന്നെയല്ലേ ഈ മകനും കാണിച്ചത്. അതിനകത്ത് എവിടെ തെറ്റ്? പിണറായിയെ പോയി പിന്നെ അസഭ്യവർഷം നടത്തണമായിരുന്നോ? അതോ ഉപദ്രവിക്കണമായിരുന്നോ? ഇവർ രണ്ടുപേരും ആയിക്കോട്ടെ. അച്ഛൻ ആ പറഞ്ഞ ക്രിസ്ത്യാനിയുടെ ഇത് കൂട്ടുപിടിച്ച് ബൈബിളിലെ വാക്യം അദ്ദേഹം കോട്ട് ചെയ്തല്ലോ. അവിടെ നിൽക്കാൻ നിങ്ങളൊരു കാര്യം ഒന്ന് ഓർത്ത് നോക്കിയാൽ 1970 ഇവർ രണ്ടുപേരും ഒന്നിച്ച് നിയമസഭയിൽ വന്നവരാണ്. ഈ പിണറായി വിജയനും ഈ ഉമ്മൻചാണ്ടി.
ആണോ? 1970 അപ്പൊ എന്റെ പിതാക്കന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ സ്വഭാവം എന്തുവാന്നും ഉമ്മൻചാണ്ടി എന്തുവാന്നും. അതെ, ഉമ്മൻചാണ്ടി അദ്ദേഹത്തെക്കാളും വളരെ മഹത്വവും ശ്രേഷ്ഠവും ഉള്ളവനാണ്. അദ്ദേഹത്തിന്റെ മകൻ ആ ഉമ്മൻചാണ്ടിയുടെ അതേ ഗുണം കാണിച്ചു, ശത്രുക്കളോട് പോലും ക്ഷമിക്കുന്ന. അതാ ചെയ്തു. ഗുണം കാണിച്ചതിന്റെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. അതെങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പം അതാകെ, അല്ലാതെ വരുമ്പോ എന്തെങ്ങനെ ആകുന്നത്? ഇല്ല, അല്ലെന്ന് ശത്രുക്കളോട് പോലും ക്ഷമിക്കാൻ ക്രിസ്തു പഠിപ്പിച്ചു. ആ മാർഗത്തിൽ പോയ ഉമ്മൻചാണ്ടിയുടെ മകനും ആ മാതൃക പിന്തുടർന്നു. അത്രയും വലിയ ദ്രോഹം ചെയ്ത അയാളോട് മാന്യമായി പെരുമാറി. അതെങ്ങനെ തെറ്റാകുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്രയും അയാളെ ദ്രോഹിച്ച ആ നല്ല മനുഷ്യനെ ദ്രോഹിച്ചു എന്തുമാത്രം ആൾക്കാർ. അതെ, അതാ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ മകനല്ലേ, ആ ഗുണമല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയട്ടെ, ഈ വിഴിഞ്ഞം ഇപ്പം പോർട്ടിന്റെ ഒരു സംഭവം നടന്നിട്ട് അയാളുടെ ഒരു പേര് പറയാൻ ഈ മഹാന് മനസ്സിൽ വന്നില്ല. പേഴ്സണലി സുനിൽ എന്ന വ്യക്തി, അച്ഛൻ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. ഞാൻ അങ്ങനെ ഈ കാര്യം ചോദിച്ചുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യമേ വീഡിയോ ചെയ്ത ആളാണ് ഞാൻ. സുനിൽ എന്ന വ്യക്തി അത് അംഗീകരിക്കുന്നു. അതുപോലെ അച്ചായൻ എന്ന വ്യക്തിക്കും അങ്ങനെ തോന്നാം, നമ്മളെപ്പോലുള്ള വ്യക്തികൾക്ക്. പക്ഷേ ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയുടെ മകൻ, ഉമ്മൻചാണ്ടിയുടെ ഗുണം എന്തായിരുന്നു? സകലരോടും ക്ഷമിച്ച, കൂടെ നിന്ന് കുതികാലി വെട്ടിയ. ഒന്നോർക്ക്, പിണറായി വിജയനേക്കാളും കൂടെ നിന്ന് ചതിയന്മാരുണ്ടായിരുന്നു. അവരോട് പോലും ഇതെല്ലാം സഹിച്ചും ക്ഷമിച്ചും പുറത്തും പോയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. പിണറായി വിജയനോട് പോലും അദ്ദേഹം എന്തെങ്കിലും ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ പോലും അദ്ദേഹം ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇതെല്ലാം ഇതിന്റെ പിന്നിൽ ഇവരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു അപ്പന്റെ മകൻ നടത്തിയ ഒരു പ്രസംഗത്തിലെ ഏതാനും വാചകങ്ങൾ എടുത്ത് അദ്ദേഹത്തെ ശോഭകേട് ചെയ്യുന്നത് തെറ്റാന്നേ ഞാൻ പറയുന്നുള്ളൂ. ഞാനും ഒരിക്കലും പേഴ്സണലി ഈ ആ ചടങ്ങിന് വിളിച്ചതിനെയോ അങ്ങനെ സംസാരിച്ചതിനെയോ ഞാൻ അനുകൂലിക്കുന്നില്ല. ഏറ്റവും ആദ്യമേ എതിർത്തയാളാണ് ഞാൻ വീഡിയോ ചെയ്യുകയും ചെയ്തു. പക്ഷേ വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള രീതിയിൽ ചാണ്ടിയുമ്മൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് എനിക്ക് എന്റെ അപ്പന്റെ മകനാകാനേ കഴിയത്തുള്ളൂ, എന്റെ അപ്പന്റെ ഒരു നിലപാട് ഇതുപോലായിരുന്നു, അതുപോലെ തന്നെ എന്റെയും നിലപാട് അതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതോടെ തീർന്നല്ലോ. ആണല്ലോ. ഇദ്ദേഹത്തിന് ഇതൊക്കെ പറഞ്ഞ് അപ്പന്റെ മകനെ ആകാനൊക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് മനോരമ പേപ്പറിനകത്ത് ഉണ്ടല്ലോ, ജനങ്ങൾക്ക് അത് മോശമായെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നെന്ന് പറഞ്ഞു. അല്ല, രാഷ്ട്രീയമായി അദ്ദേഹം പറഞ്ഞു, അത് പേഴ്സണലി പുള്ളി പറഞ്ഞു, രാഷ്ട്രീയമായി അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ഞങ്ങളും പത്രം വായിക്കുന്നവരാ. അദ്ദേഹം പറഞ്ഞ വാക്യം നമ്മളും കേട്ടതാ. എന്താ പറഞ്ഞേ? ഞാൻ പറയട്ടെ, ഉമ്മൻചാണ്ടിക്ക് 2 അടി അയാൾ കൊടുത്തിരുന്നെങ്കിൽ, പിണറായി വിജയൻ കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും വേദന ആർക്കും ഒരു മനുഷ്യർക്കും വരത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ ഇത്രയും നീചമായ പ്രവൃത്തി ചെയ്തിട്ട് അധികാരത്തിൽ വന്ന ആ ദുഷ്ടൻ, ആ വാക്ക് തന്നെ ഞാൻ പ്രയോഗിക്കുന്നത്. അപ്പൊ നമുക്കൊന്നും വിധിക്കാൻ അധികാരമില്ലെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ വിധിക്കുന്ന പോലെ നമ്മളെ ബൈബിള് വാക്യം നന്നായിട്ട് പറയുന്നുണ്ട്, അതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു രീതി തന്നെ ശത്രുക്കളോടും ക്ഷമിക്കാൻ പറഞ്ഞ കർത്താവ് ഒരു ചെകിട്ടത്തടിച്ചാൽ മറുചെകിട് കാണിച്ചു കൊടുക്കണം പറഞ്ഞ കർത്താവിന്റെ ശിഷ്യനായ ഉമ്മൻചാണ്ടി കാണിച്ച അതേ നിലവാരത്തിൽ തന്നെയാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. അല്ലല്ല, അയാളെ ഡിസ്റ്റൻസ് നിർത്തിയാൽ മതിയായിരുന്നു. ഈ PV എന്ന് പറയുന്ന വ്യക്തിയെ ഡിസ്റ്റൻസ് നിർത്തിയാൽ മതിയായിരുന്നു. അയാളെ അടിക്കാനോ തൊഴിക്കാനോ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് പുതുപ്പള്ളിയിലുള്ള ചില ഈ പറയുന്ന പോലെ ചില അവസരവാദികളായ ചില കോൺഗ്രസ്സുകാരും അവരുടെ കുടുംബത്തിലുള്ള ചില കുത്തിത്തിരിപ്പുകാരുമാണ് ഈ ഒരു അവസരം മുതലെടുത്തോണ്ട്, അതായത് ഇങ്ങനെ ഒരു വികാരം ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ വിഷം കലക്കാൻ വേണ്ടി ഒരു സർവേ നടത്തിയിട്ട് നിഷ്പക്ഷമായിട്ടുള്ള ജനങ്ങളോട് ചോദിച്ചു നോക്കിക്കോ. ഈ ചെറുക്കൻ പറഞ്ഞത്, അവനായാലും എന്നെക്കാട്ടിലും എത്രയോ ഇളയതാണ്, എനിക്ക് 56 വയസ്സുണ്ട്. നിങ്ങളൊരു സർവേ എപ്പോഴും സമയം കിട്ടുമ്പോൾ നടത്തിക്കോ, ഈ പയ്യൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന്. അത്തരത്തിൽ ഇതിനെ ഇപ്പൊ ഈ മറുനാടൻ കൊടുത്ത പോലുള്ള ന്യൂസുകൾ അത്തരത്തിലുള്ള ഒരു പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലെ ആളുകൾ ചിന്തിക്കത്തുള്ളൂ. പോട്ടെ, മറുനാടനെ നിങ്ങൾ വിട്ടുകളാ. എനിക്കറിയാം, മറുനാടൻ മാത്രമല്ല, ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ച ഫസ്റ്റ് ആളാണ് രമേശ് ചെന്നിത്തല, ജോസഫ് വാഴക്കൻ. ഇവനെല്ലാം കസേര പിടിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി ഇറങ്ങിയാൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി. അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, പഴവന്മാർ പറഞ്ഞു തന്നിട്ടുള്ളൊരു ചൊല്ലുണ്ട്, കാരണവന്മാര്, കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പല്ലെന്നാണ് പറയുന്നത്. സുനിൽ സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ നല്ല ഹൈറ്റുള്ള വ്യക്തിയാ. ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് കൂടെ നിന്ന് കുതുകാലി വെട്ടിയ പുള്ളിയാ മുഖ്യമന്ത്രിയാണ്. എന്നിട്ട് എന്തോ സംഭവിച്ചു? ഈ 2021 അധികാരത്തിൽ വന്നോ UDF? അടുത്ത പ്രാവശ്യം വന്നാൽ ശശി തരൂരായാൽ ഈ കേരളം രക്ഷപ്പെടും. അല്ലാതെ GD സതീശനും കണക്കാണ്. GD സതീശനും ഒറ്റ കാര്യം ഈ PVക്കെതിരായിട്ട് നിയമസഭ പറയാനില്ല. മാത്യു കൊടുനാടൻ അതിലെന്തോ മെച്ചമാണ്. എനിക്ക് സാറിനെ ഇഷ്ടമായതുകൊണ്ട് വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഉമ്മൻചാണ്ടിയെ
സ്നേഹിക്കുന്ന ഒറ്റ കുഞ്ഞുങ്ങൾ ഈ ചെറുക്കൻ പറഞ്ഞ കാര്യം അംഗീകരിക്കത്തില്ല. 100% ഇതാ ഞാൻ ആ പറയുന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് അതിന്റെ ഏതാനും വാക്യശകലങ്ങൾ എടുത്ത് നമ്മൾ അതിനെ അത്തരത്തിലാകരുത്. ഞാൻ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി പറഞ്ഞത് ഉമ്മൻചാണ്ടിയെ അനുകരിക്കണം മകൻ, ക്ഷമിക്കണം, സഹിക്കണം, സഹിഷ്ണുത, ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ആ വേദിയിൽ ഇയാളെപ്പോലുള്ള ഒരു ദ്രോഹിയെ വിളിച്ച് നടത്തിയത് വളരെ കോടിയേരി ജീവിച്ചിരിപ്പുണ്ടായിരുന്ന അയാളെ വിളിച്ചായിരുന്ന അന്തസ്സുണ്ടായിരുന്നു. കോടിയേരി ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കോടിയേരി പാർട്ടി സെക്രട്ടറി ആയിട്ട് പോലും നല്ല വ്യക്തിബന്ധവും ഏറ്റവും ദുഷ്ടനാണ്. രണ്ട് ആദ്യം വലിയ ദുഷ്ടൻ, രണ്ട് നമ്മൾ വിധിക്കത്തില്ലെന്ന് പറഞ്ഞാലും നമുക്ക് പറയേണ്ടി വരും. മനുഷ്യനില്ലേ ഞാനും. BS എന്ന് പറയുന്ന ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ഇഷ്ടപ്പെട്ട ഒരു നേതാവായിരുന്നു. അയാൾ നിയമസഭയിൽ ഉമ്മൻചാണ്ടിയെ കുറിച്ചും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെക്കുറിച്ചും ഗൺമോനെ കുറിച്ചും വേണ്ട ഇപ്പം ഒരു മനുഷ്യനെ കാണിക്കുന്നുണ്ടോ പുറത്ത്? നരകിച്ച് കിടക്കുക. ദൈവം തമ്പുരാനുണ്ടല്ലോ. ഇപ്പം പിന്നെയല്ല, അപ്പോഴപ്പോഴും കൊടുക്കും. ഉമ്മൻചാണ്ടിയുടെ മോൻ ഒരിക്കലും ആ വേദി വിളിച്ചിട്ട് ഈ സംഭവം പറയാൻ പാടില്ലായിരുന്നു. പിണറായി വിജയൻ അത് ചെയ്തു വരികയത്. എന്റെ സാറേ, നിങ്ങളെ ഞാൻ കടാലി കയറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് എന്തോ കാര്യം? ജോൺ മുണ്ടൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ എന്തോ ഉമ്മൻചാണ്ടി ആരായിരുന്നു എന്തോ പുള്ളിയുടെ ഇപ്പം അല്ല ഈ ജോൺ മുണ്ടക്കവേ ഇത്രയും കാലം മലയാള മനോരമയിൽ ഇരുന്നിട്ട് ഇപ്പോഴാണോ ഈ സോളാർ റിപ്പോർട്ടൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നത്? സഹായിക്കാൻ ഇത്രയും കാലം അവസരം കിട്ടിയപ്പോ എന്തുകൊണ്ട് ഇപ്പം മിണ്ടാതിരിക്കുന്നു? ഇപ്പൊ പതുക്കെ കോൺഗ്രസിന് അടുത്ത അനുകൂലമായ കാറ്റ് വീശെന്ന് കണ്ടപ്പോ ഇങ്ങനെ ഒരു സോളാറിന് ആ വേദി വെച്ച് തന്നെ ശശി തരൂർ ചോദിച്ചില്ലേ, എന്തുകൊണ്ടാ മുണ്ടക്കവേ നിങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്ത പേരിട്ടതെന്ന് ചോദിച്ചപ്പോ മറുപടി എന്താ പറയാഞ്ഞത്? മുണ്ടക്കയത്തിനെ എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ അറിയാം. മുണ്ടക്കയത്തിനെ നേരിട്ട് കാണുമ്പോൾ ചോദിച്ചതന്നെ പിന്നെ വേറെ അല്ല, മുണ്ടക്കയത്തിനറിയാം. മലയാള മനോരമയിൽ നിന്ന് മുണ്ടക്കയത്തിനറിയാം. സോളാറുമായിട്ട് അതിന് ടൈറ്റിൽ കൊടുത്താലേ അത് വിൽക്കത്തുള്ളെന്നറിയാം, കച്ചവടത്തുള്ളെന്നറിയാം. ആന്ന് സാറേ, മനോരമയാണല്ലോ ഉമ്മൻചാണ്ടിയെ വളർത്തിക്കൊണ്ടോന്ന് പറയുന്നത്. മനോരമ നിവൃത്തിയേട് കൊണ്ട് അവർക്ക് എഴുതേണ്ടി വന്നു. കാരണം സർവത്ര പേപ്പറും സർവത്ര ചാനലിൽ ന്യൂസ് കൊടുക്കുമ്പോൾ അവര് അതാ പറഞ്ഞേ, ഇതെല്ലാം സത്യം എന്താണെന്ന് അറിയാകുകയും ഈ അധികാരത്തിന്റെ എഴുന്നാടിയിലൂടെ പമ്മി നടന്ന മനുഷ്യനായി ഇദ്ദേഹം ഇത്രയും കാലം. ഇതെല്ലാം അറിയാഞ്ഞിട്ടും ഇതിന്റെ എല്ലാം പിന്നിൽ നിന്നിട്ടും അവസാനം ഇപ്പോഴാ ഞാൻ ഇതെല്ലാം വായിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഉണ്ടായിക്കൊണ്ട് വന്ന് എല്ലാവരോടും വായിച്ചു ഇതാ സത്യം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാ? അത് വിട്ടുകാശാക്കാനായിരിക്കും. അത് ഏത് നേതാവിന് വേണ്ടിയാണെന്നും അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകത്തില്ലേ? ഇതിന്റെ അകത്ത് നമ്മുടെ രണ്ട് ജി സുധാകരൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച്. ഇപ്പൊ ആരും ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടി ഇപ്പൊ പുണ്യവാളനായിരിക്കുകയാണ്. നമ്മൾ തമ്മിൽ എനിക്ക് നിങ്ങളോടൊരു സ്നേഹവും ഉള്ളതുകൊണ്ട് സത്യസന്ധമായ ന്യൂസ് ചെയ്യുന്ന ആൾക്കാരോട് നമുക്കൊരു സ്നേഹമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് വിളിച്ചത്. അല്ല നമ്മൾ തമ്മിൽ വളരെ സന്തോഷം. അച്ഛനെ പോലുള്ളവരാണ് നമ്മളുടെ സ്ട്രെങ്തും ഞങ്ങളുടെ ഊർജവും. നമ്മളും ആരുടെയും പക്ഷമല്ല. ഈ പറയുന്ന പോലെ നമ്മൾ ആരുടെയും ഈ പറയുന്ന പോലെ ഒരു മനുഷ്യനോട് നമുക്ക് പ്രത്യേകിച്ച് മമതയോ പക്ഷമോ ഇല്ല. പക്ഷേ അന്നും ഈ ചാണ്ടിയുമിന് നേരെ ഇതുപോലെ വളരെ സംഘടിതമായ ആക്രമണം വ്യാജവാർത്ത വന്നപ്പോൾ അതിന്റെ നിജസ്ഥിതി ഞങ്ങൾ പുറത്തുവിട്ടു. ഇതിനകത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അച്ഛൻ പറയുന്നത് ഒരു ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ആ വേദിയിലേക്ക് ക്ഷണിച്ചതും ആ സംസാരിച്ചതും. അത് എഗ്രി ചെയ്യുന്നു. പക്ഷേ ആ സംസാര ശകലങ്ങൾ എടുത്തു വെച്ച് ഇത്രയും ഇതിനെ ഒരു വിവാദമാക്കുന്നതിന്റെ ഉദ്ദേശം നന്നല്ല. അത് ഇവനെ തകർക്കുക എന്നുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ എഗ്രി ചെയ്യുന്നു. നമ്മുടെ ചാണ്ടിയുമിനെ കുറിച്ച് ഒരു വ്യക്തിപരമായിട്ടൊരു കാര്യം കൂടെ പറയാം. ഇത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ എറണാകുളം ജില്ലയിലെ എനിക്ക് തോന്നുന്നു കോലഞ്ചേരിയാണെന്ന് തോന്നുന്നു, കോലഞ്ചേരിയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു വ്യക്തിയുടെ മകളുമായിട്ട് ഇദ്ദേഹത്തിന്റെ എൻഗേജ്മെന്റ് വരെ വന്ന സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാകും. കാരണം നമുക്ക് വ്യക്തിപരമായിട്ട് ഇതിൽ അറിയാവുന്ന വിഷയങ്ങളാണ്. അങ്ങനെ നശിപ്പിച്ച് ആ ചെറുക്കനെ ഇവിടെ പുതുപ്പള്ളിക്കാർ തള്ളിക്കളത്തൊന്നുമില്ല. പുതുപ്പള്ളിക്കാർ അവനെ കൊണ്ട് തിരുത്തിക്കും. അത് നിങ്ങൾ നോക്കിക്കൂ. പുതുപ്പള്ളിക്കാര് നിങ്ങൾ പുതുപ്പള്ളി നമ്മുടെ വലിയ പള്ളി ഗിയോറിസോയുടെ പള്ളി പുതുപ്പള്ളിയിലെ ജനങ്ങൾ അവനോട് പറയാമല്ലോ. പറഞ്ഞല്ലോ, പിണറായി അടിക്കാനോ ചീത്ത പറയാനോ ഈ പിണറായി ചെയ്ത പോലെ അയാൾക്കെതിരെ പ്രവർത്തിക്കാനോ അല്ല പറയുന്നത്. ഡിസ്റ്റൻസ് അയാളെ വേദി വിളിച്ച് വരുത്തി പോഴ്ത്തേണ്ട, പേഴ്സണലായാലും രാഷ്ട്രീയമാണെങ്കിലും പോഴ്ത്തേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഇത്രയും ദ്രോഹിച്ചൊരു വ്യക്തി അത് അവസാനം അയാൾ ചത്ത്, ഉമ്മൻചാണ്ടി കുഞ്ചാൻ ചത്ത് മണ്ണടിഞ്ഞിട്ടും അയാളെ കുറിച്ചൊരു നല്ല വാക്ക് പറയാൻ വിഴിഞ്ഞം പോലെ അത് ഉദാഹരണം. ഇത് അച്ചായൻ പറയുന്ന പോലെ പക്ഷേ ഉമ്മൻചാണ്ടിയെ അവിടെ തമസ്കരിച്ചെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മലയാളികളും ആ ഒരു ഒറ്റ കാരണങ്ങൾ കൊണ്ട് ഇത് ഓർത്തെടുത്തു. അന്ന് ഏറ്റവും വലിയ സംസാര വിഷയം ഉമ്മൻചാണ്ടിയുടെ ആ ഓർമ്മ പുതുക്കൽ പരിപാടി മുക്കാൻ വേണ്ടിയാണ് അവർ ഇത്തരത്തിലൊരു പരിപാടിയായിട്ട് വന്നത്.
പക്ഷേ ആന്നു. ആ വേദിയിലും ഉമ്മൻചാണ്ടിയുടെ പേരാണ് ഉയർന്നു കേട്ടത്. അതുകൊണ്ട് അച്ഛനോട് പറയാനുള്ള ഏക ഒരു കാര്യം ഇതേ ഉള്ളൂ. ഒന്ന്, നിങ്ങളുടെ ഉമ്മൻചാണ്ടി, നിങ്ങളുടെ ഉമ്മൻചാണ്ടിയുടെ മകൻ, നിങ്ങളുടെ നാട്ടുകാരൻ, അന്നേരം അദ്ദേഹം ഇതാ ഒരു വളർന്നു വരുന്ന ഒരു നേതാവാണ്. ഇപ്പോൾ എന്താ പറയുന്നത്, അന്നേരം ഇതിപ്പോൾ നമ്മൾ ഓരോരുത്തരും എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ ചില വാക്കുകൾ കേട്ടില്ല എന്നോർത്ത് വെറുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇല്ലില്ല, വെറുക്കത്തില്ലല്ലോ, ഒരിക്കലും വെറുക്കത്തില്ല. ഒരു 10, 15, 20 വർഷത്തിനുള്ളിൽ അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ചാണ്ടി ഉമ്മൻ. അങ്ങനെയുള്ളവരെ ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ആ പൊട്ടൻഷ്യൽ കണ്ട് നശിപ്പിക്കാനുള്ള ശ്രമത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. പുള്ളിയെ കൊണ്ട് തിരുത്തിക്കും, ഞങ്ങൾ മുഖത്ത് നോക്കി പുള്ളിയെ കൊണ്ട് അതാണ് വേണ്ടുന്നത്. അത് നിങ്ങൾ സ്നേഹപുരസ്കാരം പറഞ്ഞാൽ നിങ്ങൾ കൈവിടുകയല്ല വേണ്ടുന്നത് ഈ ഘട്ടത്തില്. കൈവിടത്തില്ലല്ലോ. ചാണ്ടി ഉമ്മൻ നല്ല രീതിയിലേക്ക് വളർന്നു വന്ന് 15-20 വർഷത്തിനുള്ളിൽ ഈ കേരളത്തിന്റെ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനം ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സുനിൽ സാർ നല്ല വീഡിയോകൾ ചെയ്യുക, ഞങ്ങൾ സുനിൽ സാറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ പറയാനായിട്ട്. ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ വലിയ മുറിവാണ് ചാണ്ടി ഉമ്മന്റെ പ്രസംഗ ശകലങ്ങൾ അടർത്തിയെടുത്ത് പടർത്തിയതിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ആ ദേഷ്യം സ്നേഹക്കൂടുതൽ കൊണ്ട് ഉണ്ടായതാണ് എന്നും നമുക്ക് മനസ്സിലാകും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.